ബീച്ചിൽ പോവാണോ പൊന്നു? പൊന്നുവിൻ്റെ വെക്കേഷനായിട്ട് നമ്മൾ ആദ്യമായിട്ടത് ബീച്ചിൽ പോവാണ്. പുറത്ത് താറ്റിട്ടോടോ. 1000 വട്ടം ഇറങ്ങുക കയറുക, ഇറങ്ങുക കയറുക, ഇറങ്ങുക കയറുക, എന്നിട്ടാണ് അവസാന പെരടകത്തു നിന്ന് ഇറങ്ങണത്. ദേഷ്യം വരും. ഇപ്പം 5 മണി കഴിഞ്ഞ് 5:30 ആയിട്ടില്ല, 5:20. എന്നാലും ഇറങ്ങിയല്ല. ഈ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആകാശത്താണെങ്കിൽ നല്ല മഴക്കാറും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറേ നേരത്തെ തിരക്കും ബഹളവും എല്ലാം കഴിഞ്ഞിട്ടാണ് ബീച്ചിലോട്ട് പോണത്. ഇത് ബീച്ചിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ച കേട്ടോ. നല്ല രസമാണ്. വലിയ പാടമാണ്. ഇപ്പോൾ ശരിക്കും അത് വറ്റി വരണ്ട് കിടക്കാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം കാണാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഇതിൽ കൂടി നടക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ പാലം കയറി. ഈ പാലത്തിന് താഴേക്ക് നിറയെ വെള്ളം ഉണ്ടാകുന്നതാണ്. നല്ല ചൂടായതുകൊണ്ട് വെള്ളമൊന്നും ഇല്ല. എൻ്റെ പ്രാർത്ഥന വരുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കരുതെന്നായിരുന്നു. കാരണം അസ്തമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോലീസുകാരവിടെ അങ്ങനെ നിർത്തില്ല, അവർ കയറ്റി വിടും. പക്ഷെ അസ്തമിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആൾ നല്ല രീതിയിൽ കുറവാണ്. ഞാനോർത്തന്ന് നല്ല രീതിയിൽ ആളുണ്ടാവുമെന്ന്. കാരണം അന്ന് ഹർത്താലായിരുന്നു. പിന്നെ നല്ല രീതിയിൽ ക്ലൗഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അസ്തമിക്കുന്നതൊന്നും കണ്ടില്ല. ജസ്റ്റ് കുറച്ച് നേരമൊക്കെ കണ്ടുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു. നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുക, അവിടെ ഇങ്ങനെ മണ്ണുണ്ടാക്കി വെക്കുക, അങ്ങനെ മണ്ണിൽ വെച്ച് ബോൾസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുക. പിന്നെ അത് കടൽ വന്നെടുത്തുകൊണ്ട് പോവും, വീണ്ടും ഉണ്ടാക്കും. അങ്ങനെ ആണ് നമ്മൾ മെയിൻലി കളിക്കുന്നത്. അവിടെ ഇരുന്ന് കുളിച്ചിട്ടായിരിക്കും വരുന്നത്. സത്യം പറയാം, കരയേക്കാളും ചൂടുണ്ടായിരുന്നു വെള്ളത്തിന്. കരയിൽ അത്രയും ചൂടുണ്ടായിരുന്നില്ല, പക്ഷെ വെള്ളത്തിന് നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു. വെള്ളം ഒരുവിധം നമുക്ക് ഈ കുളിക്കാൻ പറ്റിയ വെള്ളത്തിൻ്റെ ചൂടിലാണ് ഇങ്ങനെ കടന്നുവെച്ചത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതുമായിട്ട് നമ്മളൊന്ന് സെറ്റായി. പിന്നെ ഞാനും പൊന്നുതങ്ങും മാത്രമേ വെള്ളത്തിൽ ഇറങ്ങുള്ളൂ, വേറെ ആരും വെള്ളത്തിൽ ഇറങ്ങില്ല. പിന്നെ വേറെ എല്ലാവരും കരയിൽ നിന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ രണ്ടുപേരോട് ഇരിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് തീരെ സമാധാനം ഇല്ലാത്തതുകൊണ്ട് അമ്മ നമുക്ക് ഈ കാവലാൾ പോലെ പുറകിൽ നിൽപ്പുണ്ട്. പിന്നെ പൊന്നുതങ്ങ് കൊച്ചായതുകൊണ്ട് ശരിക്കും തിര വരുന്ന കാണുമ്പോൾ വലിയ തിരയായിട്ടാണ് വരുന്നത്. പക്ഷെ അടുത്ത് വരുമ്പോഴത്തേക്കും സ്ലൈറ്റായിട്ട് ഇങ്ങനെ വന്നടിച്ചിട്ട് അങ്ങ് പോകും. പക്ഷേ വലിയ തിരയൊക്കെ ആണെങ്കിലോ എന്ന് പേടിച്ചിട്ട് അമ്മ ഇവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ പാൻറ്റിൻ്റെ ഉള്ളിൽ എല്ലാം ഫുൾ മണ്ണായിരുന്നു. പൊന്നുതങ്കും ഒരുവിധം കുളിച്ച് ഒരു ഷോൾഡർ വരെയൊക്കെ നമ്മൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇടയ്ക്കൊരു തിര വരും, അത് ഇച്ചിരി വലിയ തിരയായിരിക്കും. അല്ലാത്തപ്പോൾ ചെറിയ ചെറിയ തിരകളൊക്കെ ആയിരിക്കും വരുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, അമ്മ ഈ സൈഡിൽ നിൽപ്പുണ്ടെന്ന്. അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാലൊക്കെ നനച്ച് പോകും, എന്നിട്ട് വീണ്ടും കയറിപ്പോവും അതേപോലെ തന്നെ. പിന്നെ വീണ്ടും വലിയ തിര വരുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. പൊന്നുതങ്കുവിന് കുഞ്ഞിൽ നല്ല പേടിയായിരുന്നു തിരമാലയൊക്കെ. തിരമാല കണ്ടാൽ പൊന്നുതങ്കു ജീവനും കൊണ്ടോടും. പക്ഷെ ബീച്ചിൽ പോകണം, പക്ഷേ തിരമാല പറ്റത്തില്ല. എന്നിട്ട് അമ്മ ഇങ്ങനെ പൊന്നുതങ്കുവിനെ അമ്മയുടെ കാലിൻ്റെ പുറത്ത് കയറ്റി നിർത്തിയിട്ടായിരുന്നു. പക്ഷെ ഇപ്പം ആളുടെ പേടിയൊക്കെ പോയി കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊന്നുതങ്കുവിനാകെ പേടിയുള്ളത് സൗണ്ട് മാത്രമാണ്. പടക്കങ്ങൾ പൊന്നുതങ്കുവിന് പേടിയാണ്, മറ്റേ കുക്കറിൻ്റെ സൗണ്ട് പേടിയാണ്. പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് അവളോട് പറയാണ്ട് മിക്സിയൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പൊന്നുതങ്കു നന്നായിട്ട് പേടിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പൊന്നുതങ്കുവിന് ഡ്രസ്സ് മാറി, ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല. ഐസ്ക്രീമൊക്കെ കഴിച്ചു. പക്ഷെ ആകാശത്ത് നല്ല രീതിയിൽ മിന്നലുണ്ടായിരുന്നു. ഇടിവെട്ടും ഉണ്ട്, മിന്നലും ഉണ്ട്, സൗണ്ട് ഉണ്ടായിരുന്നു. അത് പേടിച്ചിട്ടാണ് നമ്മൾ വേഗം പോകുന്നത്. പക്ഷേ പോരുന്ന വഴിക്ക് നമ്മുടെ വീട്ടിലോട്ട് വരുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് പാർക്കുണ്ട്. ആ പാർക്കിലും കയറി ഒരു ചായയും കുടിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്കൊരു ഹോപ്പിൻ റയർ എന്ന പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ക്ലോത്തിങ് പേജാണ്. അപ്പം നിങ്ങൾ അതും കൂടി കയറി നോക്കി.